നേപ്പാളിലെ മലയാളിയായ ബോബിയാണേ. നമുക്കറിയാം നേപ്പാളിൽ ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് വന്ന് പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2027 28 ഒക്കെ മലയാളികളുടെ ഒരു മഹാ സംഗമം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കൂടിച്ചേരലൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പൊ നേപ്പാളിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഒരുപാട് പേര് നേപ്പാളിനെ കുറിച്ച് വളരെ മനോഹരമായ റീൽസ്, വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. നേപ്പാളിൽ വരുന്ന മലയാളികൾ പലപ്പോഴും സുനോലിയിലും, അതായത് UP ബോർഡറും ഉത്തരാഖണ്ഡ് ബോർഡറും കൽക്കട്ട ബോർഡറും ബീഹാർ ബോർഡറൊക്കെ വഴിയാണ് വരുന്നത്. അതുവഴി വരുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് കാണിച്ച് നമുക്ക് കയറി വരാം. പക്ഷേ കാഠ്മണ്ഡുവില് നമ്മൾ ഫ്ലൈറ്റിന് വരുമ്പോൾ ബോംബെ വഴിയായാലും ബാംഗ്ലൂർ വഴിയായാലും കൊച്ചി വഴിയായാലും അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ നിന്ന് വന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഇലക്ഷൻ ID വെച്ചും വരാം, പാസ്പോർട്ടും വെച്ച് വരാം. പാസ്പോർട്ട് വെച്ച് വരുന്നവര് എപ്പോഴും അവരുടെ പാസ്പോർട്ട് ഇമിഗ്രേഷൻ കാണിക്കുമ്പോൾ എപ്പോഴും അറൈവ്ഡ് എന്നൊരു സീൽ അടിച്ചിട്ടുണ്ടാവും. ഈ അറൈവ്ഡ് എന്ന സീൽ അടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഷോസ് ദാറ്റ് വി ആർ ഇൻ നേപ്പാൾ ഓർ ചെക്ക് ഇൻ നേപ്പാൾ, നമ്മൾ നേപ്പാളിൽ പ്രവേശിച്ചു എന്നുള്ള സൂചന ആയി കഴിഞ്ഞു. തിരിച്ച് നമ്മൾ നേപ്പാളില് പാസ്പോർട്ടിൽ സീലടിച്ചിട്ട് നമ്മൾ ബാക്കി നേപ്പാളിലെ ഓരോ ഭാഗങ്ങളും കറങ്ങുമ്പോൾ ചിലപ്പോൾ ചിലവർ എവറസ്റ്റ് ബേസ് ക്യാമ്പായിരിക്കും, അന്നപൂർണ്ണ ബേസ് ക്യാമ്പായിരിക്കും, പൊക്രയായിരിക്കും, ജനക്പൂർ ആയിരിക്കും, അല്ലെങ്കിൽ ചിത്വാനായിരിക്കും, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ കറങ്ങുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേപ്പാളിന്റെ ഏതെങ്കിലും ബോർഡറിൽ കൂടി പോകുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് കാണിക്കാതെ ആധാർ കാർഡ് കാണിച്ചു വേണമെങ്കിലും പോകാം. പല സ്ഥലത്തും ചോദിക്കാറുകൂടിയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ പാസ്പോർട്ട് ഓൾറെഡി അവിടെ അറൈവ്ഡ് അടിച്ചു കഴിഞ്ഞു. തിരിച്ച് നമ്മൾ ബോർഡറിൽ കൂടി പോകുമ്പോൾ ആധാർ കാർഡ് കാണിച്ചിട്ട് നമുക്ക് കടന്നു പോകാം. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മുടെ പാസ്പോർട്ടിൽ അറൈവ്ഡ് അടിച്ചിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റ് അടിച്ചിട്ടുണ്ടാവില്ല. അത് ആരും തന്നെ ശ്രദ്ധിക്കാനും വഴിയില്ല. അപ്പോൾ നേപ്പാൾ ഇമിഗ്രേഷനിൽ കയറിയിട്ട് ഏത് ബോർഡറിൽ കൂടിയാണോ നമ്മൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ നമ്മൾ എക്സിറ്റും, നേപ്പാളിൽ നിന്ന് എക്സിറ്റ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുത്തെ ഇമിഗ്രേഷനിൽ കയറി നമ്മൾ നിർബന്ധപൂർവ്വം ചോദിച്ച് മേടിക്കണം. അതായത് നമ്മൾ പാസ്പോർട്ട് വെച്ചുകൊണ്ട് കാഠ്മണ്ഡു വഴി നേപ്പാളിൽ സന്ദർശിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നേപ്പാളിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്ത്യയിൽ ഏത് ബോർഡറിൽ കൂടിയാണോ നമ്മൾ പ്രവേശിക്കുന്നത് എക്സിറ്റ് ചെയ്യുന്ന നേപ്പാൾ ഇമിഗ്രേഷൻ, എല്ലാ ബോർഡറിലും നേപ്പാളിന്റെ ഇമിഗ്രേഷൻ ഉണ്ടാവും. എല്ലാ ബോർഡറിലേക്കും നേപ്പാളിൽ നിന്ന് പ്രവേശിച്ച് ഇന്ത്യയിലേക്ക് കയറുമ്പോൾ അവിടെ ഇമിഗ്രേഷൻ ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റും എൻട്രി അടിക്കുക. നേപ്പാളിൽ നിന്ന് എക്സിറ്റും ഇന്ത്യയിൽ നിന്ന് എൻട്രി. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിൽ കാഠ്മണ്ഡുവിൽ നിന്നും അറൈവ്ഡ് അടിച്ചു അല്ലെങ്കിൽ ചെക്ക്ഡ് ഇൻ കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ സീൽ ഉണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ നേപ്പാളിൽ ആണെന്നുള്ളതിന്റെ സൂചന അവിടെ വ്യക്തമായി കഴിഞ്ഞു. വേറൊരു രാജ്യത്തേക്ക് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, അല്ലെങ്കിൽ പലർക്കും അനുഭവം ഉണ്ടാവും. സ്റ്റിൽ വി ആർ ഇൻ നേപ്പാൾ, അതായത് നമ്മൾ ഇപ്പോൾ നേപ്പാളിൽ നിന്നും പുറത്ത് കടന്നിട്ടില്ല എന്നുള്ള ഒരു സൂചന അവിടെ ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവരൊരു സംശയത്തിന്റെ മുൾമുനയിൽ നമ്മൾ നിർത്തും. നിയമപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല, കാരണം നമുക്ക് ആധാർ കാർഡ് വഴിയും അല്ലെങ്കിൽ ഇലക്ഷൻ ID വെച്ചും പോരാ. പക്ഷെ പാസ്പോർട്ടിൽ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വരും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. അതെല്ലാവരും ശ്രദ്ധിക്കുക. ചുരുക്കത്തിൽ കാഠ്മണ്ഡു വഴി നേപ്പാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും റോഡ് മാർഗം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൽ എക്സിറ്റും, നേപ്പാളിൽ നിന്ന് എക്സിറ്റും ഇന്ത്യയിൽ നിന്ന് എൻട്രി അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വിളിച്ചാൽ മതി. നേപ്പാളിൽ നിന്നും മലയാളിയായ ബോബി, ഇന്ത്യയുടെ നേപ്പാളിന്റെ അതിർത്തിയായ സുനോലിയിലെ ഭൈരവയിൽ നിന്നുള്ള ഒരു ഹോട്ടലിൽ നിന്നുമാണ്. താങ്ക് യു.